വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിൽ ജൂത വിഭാഗങ്ങളുടെ ഹനൂക്ക ആഘോഷങ്ങൾ നടക്കുന്നതിനിടെ വെടിവെപ്പ്. പെഹൽഗാം രീതിയിൽ നടന്ന ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. 29 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമികളിലെ ഒരാളെ തിരിച്ചറിഞ്ഞു. ആക്രമണം ഓസ്ട്രേലിയക്കാരായ യഹൂദന്മാർക്കും ഓസ്ട്രേലിയൻ പൗരന്മാർക്കും നേരെയെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനസ് പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. The National Security Committee was convened as a matter of urgency, and we have just come from it. This afternoon, there has been a devastating terrorist incident at Bondi at the Hanukkah by the Sea celebration. This is a targeted attack on Jewish Australians on the first day of Hanukkah, which should be a day of joy, a celebration of faith. An act of evil anti-Semitism, terrorism that has struck the heart of our nation. An attack on Jewish Australians is an attack on every Australian, and every Australian tonight will be, like me, devastated on this attack on our way of life. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ആയിരങ്ങൾ എത്തുന്ന ഒരു ഉല്ലാസ കേന്ദ്രമാണ് ബോണ്ടായി ബീച്ച്. അവിടെ ഈ ജൂത ഉത്സവമായ ഹനാക്കയുടെ ആദ്യ ദിവസം തന്നെ ഭീകരർ തോക്കുമായി ബീച്ചിൽ എത്തുന്ന ഭീകര ദൃശ്യങ്ങളാണ് ഉണ്ടായത്. പിന്നീട് വെടിവെപ്പുണ്ടായി, നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നിലവിൽ സ്ഥിതി എന്താണ്? നിലിമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ 29 പേരുടെ ഗുരുതരാവസ്ഥയിൽ 29 പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റു ചില പ്രധാന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൗരവതരമായ ചില വെളിപ്പെടുത്തലുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കിയത് ഇത് യഹൂദന്മാർക്ക് നേരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമായിരുന്നു. ഈ ആക്രമണം യഹൂദന്മാർക്ക് നേരെ മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് ഓരോ യഹൂദനും അതുപോലെ തന്നെ ഓരോ ഓസ്ട്രേലിയക്കാരനും നേരെ ഉണ്ടായ ഒരു ആക്രമണമാണ്. ഇത്തരം ആക്രമണങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും കർശന നടപടികളും സ്വീകരിക്കുമെന്നും ആന്റണി ആൽബനീസ് പറയുന്നുണ്ട്. ആക്രമണം മനസ്സുലയ്ക്കുന്നതാണെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വളരെ കൃത്യമായി അദ്ദേഹം തൻ്റെ നിലപാടുകൾ പറയുന്നുണ്ട്. അത് യഹൂദ വിരുദ്ധ ആക്രമണം അല്ലെങ്കിൽ യഹൂദർക്കെതിരായ ഒരു വംശീയ ആക്രമണ നീക്കം തന്നെയാണ് നടന്നതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആക്രമണം നടത്തിയ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ആ കൊല്ലപ്പെട്ടയാളുടെ കാറിൽ നിന്നും IED ഉൾപ്പെടെ പിടിച്ചെടുത്തു എന്നാണ്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്യാധുനികമായ, അല്ലെങ്കിൽ കുറേ കൂടി ശാസ്ത്രീയമായി പരിഷ്കരിക്കപ്പെട്ട ചില സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കാൻ സാധിക്കുന്ന സംവിധാനം കാറിൽ ഒരുക്കിയിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, ഡൽഹി സ്ഫോടനം നടന്ന പോലെ തന്നെ ഒരു കാറിൽ പൊട്ടിത്തെറി നടത്താനുള്ളൊരു സാധ്യത കൂടി കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം നേരത്തെ തന്നെ, അതായത് ഏപ്രിലിൽ ഭാരതത്തിലുണ്ടായ പഹൽഗാം ആക്രമണത്തിന് സമാനമായ രീതിയിൽ തന്നെ ഭീകരർ ഇവർക്കെതിരെ എത്തുകയായിരുന്നു. അതായത് അവിടെ എത്തിയ ഈ ഹനൂക്ക ആഘോഷത്തിനെത്തിയ യഹൂദന്മാർക്ക് നേരെ എത്തുകയായിരുന്നു. ഒരു ഭീകരനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെ അവിടെ നടന്നു. 11 പേർ മരിക്കുകയും അതുപോലെ തന്നെ 29ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയൻ പൗരത്വവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ തന്നെ ജീവിക്കുന്ന ആളുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നതെന്നും വരുന്നുണ്ട്. നവീദ് അക്രം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരൻ്റെ വിവരങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നത് വെടിവെപ്പ് നടത്തുകയും ആ വെടിവെപ്പിന് പിന്നാലെ ഈ IED പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കാർ പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് പ്രാഥമികമായ സൂചനകൾ വരുന്നത്. നിലവിൽ 11 പേർ മരിക്കുകയായിരുന്നു. നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആക്രമണ പദ്ധതികളും ഭീകരർ നടപ്പാക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ 11 എന്നുള്ളത് വലിയൊരു സംഖ്യയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഹനൂക്ക ഉത്സവത്തിന് നേരെ, അതായത് വിളക്കുകളുടെ ഉത്സവം, വെളിച്ചത്തിൻ്റെ ഉത്സവം എന്നൊക്കെ യഹൂദ വിഭാഗങ്ങൾ വിശ്വസിക്കുന്ന ഒരു തിരിച്ചറിവിൻ്റെ ഉത്സവമായി കണക്കാക്കുന്ന ഈ ഹനൂക്ക ഉത്സവത്തിൻ്റെ ആ സമയത്താണ് ഇന്ന് നടക്കുന്നു. പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള യഹൂദ ഗാദറിങ്സ് ഉണ്ടാകുന്നു. അതിനെ കൃത്യമായി ലക്ഷ്യം വെച്ചൊരു ആക്രമണമാണ് നടന്നത്. ആ ആക്രമണം ഓസ്ട്രേലിയക്കെതിരായ ആക്രമണമാണ് എന്ന കൃത്യമായ നിലപാടിൽ തന്നെയാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഉള്ളതെന്നും പ്രധാനമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്.
ഐസൻ, അതോടൊപ്പം തന്നെ ഇത് പഹൽഗാം ഭീകരാക്രമണവുമായി വളരെ അടുത്ത ചില സാദൃശ്യങ്ങളുണ്ട്. മതം പറഞ്ഞ് എത്തിയവരാണ് മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. നോക്കൂ, ഇപ്പോൾ ഈ യഹൂദരുടെ ഉത്സവ സമയങ്ങളിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഒരു തരത്തിൽ പതിവായിരിക്കുകയാണ്. നേരത്തെ മാഞ്ചസ്റ്ററിൽ യോങ് കിപ്പൂർ ആഘോഷത്തിനിടെയാണ് വലിയ ആക്രമണം ഉണ്ടാകുന്നത്. ഇത്തവണ സിഡ്നിയിൽ നടന്നത് ഹനൂക്ക ഉത്സവത്തിനിടെയാണ്. അപ്പോൾ മതം പറഞ്ഞുകൊണ്ട് തന്നെ യഹൂദരെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഒരു വലിയ അജണ്ട, അതാണ് ഈ ഭീകരർ ഇവിടെയും നടപ്പാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഓസ്ട്രേലിയയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി ഓസ്ട്രേലിയയിൽ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഈ ആൻറ്റി സെമിറ്റിക് ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായി ഓസ്ട്രേലിയയിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ യഹൂദർക്കെതിരെ ഉണ്ടാകുന്നത് ഒരു തുടർച്ചയാണ്. പല രീതിയിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരെ കൃത്യമായും ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധമായ നീക്കങ്ങൾ നടത്തുന്നു എന്ന വിഷയങ്ങളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഹൽഗാം ആക്രമണത്തിൻ്റെ അതേ സ്വഭാവമുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിൽ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ആയുധധാരികൾ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് കടന്നു കയറി വെടിയുതിർക്കുകയായിരുന്നു. അത്തരത്തിൽ വെടിയുതിർക്കുന്ന കൂട്ടത്തിലാണ് മലയാളി ഉൾപ്പെടെ മരിക്കുകയും ചെയ്തത്. അത്തരത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന രീതിയിൽ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുക. നേരത്തെ പഹൽഗാമിലായിരുന്നുവെങ്കിൽ മതം ചോദിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, കൽവ ചൊല്ലണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്ത കഥകളുണ്ട്. പക്ഷേ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യഹൂദ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ഗ്യാതറിങ്, അവരുടെ ഒരു ആഘോഷ പരിപാടി നടക്കുന്നു. ആ ആഘോഷ പരിപാടി ബീച്ചിലെ ഒരു ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മേഖലയിൽ നടക്കുന്നു. ആ നടക്കുന്ന മേഖലയിൽ ചെന്നെത്തി കൃത്യമായി യഹൂദരെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നത്, ഇവിടെ മതം ചോദിക്കുകയായിരുന്നെങ്കിൽ അവിടെ മതം തിരിച്ചറിഞ്ഞായിരുന്നു ആക്രമണം. എന്തു തന്നെയായാലും ഒരു യഹൂദ വിരുദ്ധ ആക്രമണം നടത്തി എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകം മുഴുവനുമുള്ള ഈ യഹൂദർക്കെതിരായ വംശീയ ആക്രമണങ്ങളിൽ ഏറ്റവും നിർണായകമായി മാറിയിട്ടുമുണ്ട് ഓസ്ട്രേലിയയിലെ സംഭവവികാസങ്ങൾ. ഓക്കെ ഐസൺ, സിഡ്നി വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങ് കൊച്ചിയിലടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. മട്ടാഞ്ചേരിയിലെ ജൂത തെരുവിലൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഐസൺ ജോസാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.